ഇപ്പോൾ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ കഴിയുന്നത് കൊമേഴ്സ് മാത്രമല്ല. ഇപ്പോൾ നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസ് അല്ല, പ്ലസ് ടു കൊമേഴ്സ് അല്ലാതെ പ്ലസ് ടു സയൻസ് പഠിച്ച കുട്ടികളും കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകുന്നതായിട്ട് കാണാറുണ്ട്. അവർക്ക് ഈ പറഞ്ഞ കോഴ്സിൽ മുന്നോട്ട് പോകാൻ കഴിയും, അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ അവരെന്ത് കാര്യങ്ങളാണ് ഈ കൊമേഴ്സ് ഫീൽഡിൽ അല്ലെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കരിയറിലേക്ക് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട്? ഇത് എനിക്ക് തോന്നുന്നു ഒരു 2014 മുതലൊക്കെ എൻ്റെ അടുത്ത് ഒരു പൂൾ ഓഫ് സ്റ്റുഡൻസ് എപ്പോഴും വരാറുണ്ട്. സയൻസ് സ്ട്രീമിലുള്ള സ്റ്റുഡൻസ് ആണ് വരാറുള്ളത്. അപ്പോൾ അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു 2 വീക്ക് ബ്രിഡ്ജാണ് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ 2 വീക്ക് കൊണ്ട് 2 ആഴ്ചത്തെ ക്ലാസ് കൊണ്ട് +1 +2 കൊമേഴ്സിൽ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അവർക്കൊന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കും, ഒന്ന് ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അവരെ ഇത്തരം കോഴ്സുകളിലേക്ക് വിടാറാണ് പതിവ്. അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം ഞാൻ കണ്ടത്, ഇപ്പോൾ ഞാൻ CA ഫൗണ്ടേഷനൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ഇവരുടെ അനലിറ്റിക്കൽ സ്കില്ല് കമ്പാരിറ്റീവ്ലി നമ്മൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പൊടിക്ക് മുകളിലുണ്ട്. ഒരു അനലിറ്റിക്കൽ സ്കില്ല് അവർക്ക് കുറച്ച് മുകളിലുണ്ടാവും. ആ അനലിറ്റിക്കൽ സ്കില്ലിനൊപ്പം തന്നെ ഈ കൺസെപ്ച്വൽ ക്ലാരിറ്റി കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായും അവർക്ക് കൊമേഴ്സിൽ നല്ല കരിയർ ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പം വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ കഴിയാറുണ്ട് സയൻസിൽ നിന്ന് വലിയൊരു പോള്. അപ്പോൾ ഇത്തരം എവറി ഇയറിൽ ഞാൻ ഇവർക്കുള്ള ഒരു സെഷൻസ്, ഈ ഒരു 2 വീക്ക് സെഷൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്.